ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വിക്രത്തിനെയാണ്. വിക്രവും മനോഹറും തമ്മിൽ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. മനോഹർ പറയണ്ട്, എടാ നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തെ ഏതൊരു സമയത്ത് കിട്ടുകയാണെങ്കിൽ നിന്നെ തല്ലിക്കൊല്ലോടാ, അല്ലെങ്കിൽ നീ പുറത്ത് പോയിക്കഴിഞ്ഞാൽ നിന്നെ എല്ലാവരും കൂടി തല്ലിക്കൊല്ലും. അവിടെ മര്യാദക്കാണെങ്കിൽ നിന്റെ ചേച്ചിമാരെല്ലാവരും കൂടി നിന്നെ നല്ല രീതിയിൽ നോക്കില്ലേടാ. എടാ അവരുടെ സംരക്ഷണമൊന്നും എനിക്ക് വേണ്ട. എനിക്ക് 10-25 വയസ്സായിട്ടുള്ളൂ. എനിക്ക് ചാവാനും വലിയ മടിയൊന്നുമില്ല എന്ന് വിക്രം പറയാണ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ എന്ന് പറയണോണ്ടിരിക്കെ അവിടേക്ക് ജയിൽ വാർഡൻ വരുവാട്ടോ. എടാടാ, എന്താണ് അവിടെ അടിപിടി? എടാ മനോഹർ, നീ ഇങ്ങോട്ട് വന്നടാ, നിന്നെ സൂപ്രണ്ട് വിളിക്കുന്നുണ്ട്. എന്നെയോ? അതെ, നീ ഒന്ന് വന്നേടാ, എന്തോ അത്യാവശ്യ കാര്യമാണ്. ശരി എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ പോവാണ്. മനോഹർ പോയി കഴിയുമ്പോഴേക്കും വിക്രത്തോണ്ട് വേറൊരു ജയിൽ പുള്ളി പറയുന്നുണ്ട്, എടാ മനോഹരെ, ഈ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞവൻ മരിച്ചത് എന്താന്ന് തെളിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ആ രാഹുൽ എന്ന് പറഞ്ഞ ഏതൊക്കെയോ കാട്ടിലെ മൃഗങ്ങൾ കടിച്ചു കീറി കൊന്നെന്നാ കേട്ടത്. എടാ നീ പരളി പോകുമ്പോ നിന്റെ അവസ്ഥ അത് തന്നെയായിരിക്കും. എടാ ഈ കിരൺ എന്ന് പറഞ്ഞ നിന്റെ അളിയനെ കുറിച്ച് കേൾക്കുമ്പോഴേക്ക് ഒരു അഭിമാനമാണ് തോന്നുന്നത്. നിനക്ക് മാത്രം അങ്ങനെയൊന്നും തോന്നുന്നില്ലടോ, കഷ്ടം തന്നെ എന്നൊക്കെ വേറൊരു ജയിൽ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്. വിക്രം അതും കേട്ട് പുച്ഛത്തോടു കൂടി തന്നെ അവിടെ അങ്ങ് നിൽക്കും കേട്ടോ. ആ സമയത്ത് നമ്മുടെ സി ആണെങ്കിൽ ജയിൽ സൂപ്രണ്ട് ഒരേ കാര്യങ്ങൾ പറയാണ്. ജയിൽ സൂപ്രണ്ട് പറയണ്ട്, ഹോ ഇതൊന്നും കേട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാറേ, അവനെ പോലുള്ള ആള് ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോഴേ വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ആ സമയത്ത് സി എ പറയണ്ട, ആദ്യം ഞങ്ങൾക്കും വിശ്വസിക്കാനൊന്നും പറ്റിയില്ല, ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോഴേക്കും മനോഹർ അവിടേക്ക് വരുന്നുണ്ട്. ദേ വന്നല്ലോ, ദേ സാറേ ഇതാണ് മനോഹർ. അപ്പൊ സി എ പറയുന്നുണ്ട്, എടാ എനിക്ക് നിന്റെ ഒരു ആവശ്യമുണ്ട്, ഒരു 2 ദിവസം കണ്ടെന്നെ വരെ വിടാം. അതായിക്കോട്ടെ സാറേ, ഒരു കുഴപ്പമില്ല. എടാ മനോഹറെ വാടാ. എന്താ സാറേ കാര്യം? എന്താന്ന് അറിഞ്ഞാലേ നീ വരുള്ളൂ, വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് മനോഹരനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. പിന്നീട് കാണിക്കണ കാർത്തികേയനെയാണ്. കാർത്തികേയനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിരണിനെ വിളിക്കണം. കിരണെ, വീട്ടിലാണോ? അതേ കാർത്തികേ, എന്താ വാർത്തയൊന്ന് പെട്ടെന്ന് വയ്ക്കിച്ചേ, ഏത് ചാനൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ചാനൽ വെച്ച് നോക്ക്, വാർത്താ ചാനൽ എന്ന് പറയണം. കിരൺ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് വാർത്താ ചാനൽ വെക്കാണ്. അപ്പൊ അതിലിങ്ങനെ പറയാണ്, ഗംഗപ്രസാദിന്റെ മരണത്തിന്റെ ചുരുളഴിയുന്നു, യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ച് പോലീസുകാർ. മനോഹർ എന്ന് പറഞ്ഞ 40 വയസ്സുകാരൻ പരോളിൽ ഇറങ്ങിയ സമയത്താണ് ഈ കൊലക്കുറ്റം ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ പറയാട്ടോ. അത് കേൾക്കുമ്പോൾ കിരണാകി ഷോക്കാവാണ്. മനോഹറോ? അത് കേട്ട് ലക്ഷ്മിയമ്മയും കാദംബരിയും അവിടേക്ക് വരുന്നുണ്ട്. എന്താ മോനെ ഇപ്പൊ കേട്ടത്? കേട്ടില്ലേ, മനോഹറാണ് ഗംഗപ്രസാദ് തലക്കടിച്ചു കൊന്നേന്ന്. അപ്പോ ലക്ഷ്മി പറയണ്ട്, ഈശ്വര, നമ്മളാരും വിചാരിച്ചില്ലല്ലോ മോനെ അവനായിരിക്കുമെന്ന്. അതേ ലക്ഷ്മി, ഒരിക്കലും അവനായിരിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. അന്ന് കാർത്തികയുടെ വിവാഹ ദിവസമാണ് അവൻ പരോളില് തിരിച്ചു പോയത്. അന്ന് എനിക്കറിയാം. പക്ഷെ അവൻ അവിടെ നമ്മുടെ മതിൽ ചാടി അവിടെ അവൻ ഓഡിറ്റോറിയത്തിൽ അവൻ വന്നിരുന്നോ, അവനിങ്ങനെ ചെയ്തിരുന്നോ ഒന്നും എനിക്കറിയില്ല. അവൻ ഒരുപാട് കത്തുകളൊക്കെ എഴുതുമായിരുന്നു. ആ കത്തുകൾ ഇപ്പൊ വായിക്കാറ് പോലുമില്ല. അവന് ഞാനും കല്യാണം അടുപ്പം കാണിക്കണോണ്ട് എല്ലാവർക്കും ഞങ്ങളോട് ദേഷ്യമായിരുന്നല്ലോ. എല്ലാവരും മാറി മാറി പറയുകയും ചെയ്തു അവനായിട്ട് ഒരു അടുപ്പവും വേണ്ടെന്ന്, എന്റെ അമ്മയും അച്ഛനടക്കം. അതുകൊണ്ട് തന്നെ അവനെ കാണാൻ പോലൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ഈ വിവരം ഒന്ന് കല്യാണടുത്ത് പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ അകത്തേക്ക് പോവാണ്. ആ സമയത്ത് കാദംബരി ലക്ഷ്മി എടുത്ത് പറയണ്ട്, ഹോ എന്നാലും ഇത് വല്ലാത്തൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാ, അവനാണ് ഇത് ചെയ്തതെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മി അമ്മ പറയണ്ട്, അതെ അവൻ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും എനിക്ക് അവനെ ജയിലിൽ പോയിട്ടൊന്ന് കാണണം, അവന് പറ്റുന്ന സഹായം ഒക്കെ ചെയ്തു കൊടുക്കണം. അവനെ പുറത്തിറക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അത് ഇറക്കിയിരിക്കും. നവീൻ വക്കീലിനെ തന്നെ പറ്റുമെങ്കിൽ വെച്ചിട്ട് അവനെ ഞാൻ പുറത്തിറക്കിയിരിക്കും. അവൻ അത്ര വലിയൊരു സഹായമാണ് നമുക്ക് എല്ലാവർക്കും ചെയ്തു തന്നിരിക്കുന്നത്. എന്തായാലും അവനൊന്ന് ജയിലിലേക്ക് ആക്കട്ടെ, ഞാൻ അവനൊന്ന് പോയി കാണുന്നുണ്ട് എന്ന് ലക്ഷ്മി അമ്മ പറയാട്ടോ. ആ സമയത്ത് നമ്മുടെ കിരണാണെങ്കിൽ കല്യാണിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കല്യാണി, നീ അറിഞ്ഞോ? ദേ ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞേ ഉള്ളൂ കിരണേട്ടാ. എന്തൊക്കെയാ കിരണേട്ടേ നടക്കുന്നത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. മനോഹറാണത് ചെയ്തത്. അതെ കല്യാണി, മനോഹർ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈശ്വര, അവൻ എത്ര കത്തുകൾ നമുക്ക് എഴുതിയിരിക്കുന്നു, അതിലൊരെണ്ണം പോലും നമ്മൾ പൊട്ടിച്ച് വായിച്ചില്ലല്ലോ കിരണേട്ടാ. അതിൽ എഴുതിയിട്ടുണ്ടാവും അവന് മോളെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ അവൻ അടുപ്പം കാണിച്ച സമയത്തൊന്നും നമ്മൾ അടുപ്പം കാണിച്ചിട്ടേ ഇല്ല. കല്യാണി, അത് നമ്മുടെ കുഴപ്പമില്ലല്ലോ. നമ്മുടെ അടുത്ത് മറ്റുള്ളവരല്ലേ പറഞ്ഞത് അവനോട് അടുപ്പം കാണിക്കരുത്, അവനെ സ്നേഹിക്കരുത്, അവൻ അടുപ്പം കാണിക്കരുതെന്ന്. അതുകൊണ്ടല്ലേ നമ്മൾ മാറിപ്പോയത്. ഇനിയിപ്പോ സരുവിന്റെ മുഖമൊന്നും നമ്മൾ ആലോചിക്കേണ്ട, സരുവിന് വിഷമമാവുമെന്ന് നമ്മൾ വിചാരിക്കും വേണ്ട. മനോഹരനെ പോയി കാണണം, അവനെ പറ്റുന്ന സഹായമൊക്കെ ചെയ്തു കൊടുക്കണം. ഞാൻ എന്തായാലും ജയിലിൽ വരുന്ന പോവാണ്, അവനൊന്ന് കണ്ടിട്ട് ശരിക്കും എന്താ നടന്നതെന്ന് ഒന്ന് അറിയണം. ശരിക്കും പറഞ്ഞാൽ അവൻ മാത്രമല്ല ഇവിടെ തെറ്റ് ചെയ്തത്, ഞാനും രതീഷും വേലും ഒക്കെ തെറ്റാണ്. അവൻ 1-ാം പ്രതിയാണെങ്കിൽ 2-ാം പ്രതി, 3-ാം പ്രതി, 4-ാം പ്രതി ഞങ്ങളാണ്. എന്തായാലും
ഇനി കേസായിട്ട് മുന്നോട്ട് പോകുന്നു തോന്നുന്നില്ല. യഥാർത്ഥ പ്രതിനെ കണ്ടുപിടിച്ചല്ലോ, ഞാനൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാൻ കല്യാണി എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. കിരൺ അങ്ങനെ ഇറങ്ങുമ്പോ തന്നെ അവിടേക്ക് രതീഷ് വരുവാണ്. സാറേ, അറിഞ്ഞോ സാറേ വാർത്ത? അറിഞ്ഞു. ഞാൻ ദേ ഇപ്പൊ വരുന്ന വഴിക്ക് ഒരാള് വണ്ടി നിർത്തിയിട്ട് അങ്ങനെ കൈ കാണിച്ച് നിർത്തിയിട്ടാ എന്നോട് ഈ വിവരം പറഞ്ഞത്. എന്നാലും വല്ലാത്ത ഷോക്കിംഗ് ആയിപ്പോയല്ലോ സാറേ, അവനാണെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. കിരൺ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഷോക്കായിപ്പോയി. അവനന്ന് പരോളിൽ തിരിച്ചു പോകുന്ന ദിവസമാണെന്ന് എനിക്ക് അറിയായിരുന്നു. കാരണം തലേ ദിവസം അവനെ കണ്ടിരുന്നപ്പോഴാണല്ലോ മോളെ കാണിക്കണം എന്ന് അവൻ പറഞ്ഞത്. പിന്നീട് അവനെ കണ്ടിട്ടുമില്ല. എന്തായാലും ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് പോവുകയാണ്, ഒന്ന് അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് വരാം. എന്തായാലും മനോഹർ ഇത് ചെയ്തെങ്കിൽ നമുക്ക് ആ മനോഹറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കണോടാ. പക്ഷെ അതിനെ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അവന്റെ വിരലടയാളം ആയിരിക്കുമല്ലോ ആ ഇരുമ്പ് തണ്ടില്ലേ. എന്നാലും നവീനോടൊന്ന് സംസാരിച്ചു നോക്കാം എന്ന് കിരൺ പറയുന്നുണ്ട്. രതീഷ് പറയുന്നുണ്ട്, ഇപ്പൊ എനിക്ക് അവനോട് ഒരു ദേഷ്യമില്ല സാറേ, ഒരു ആരാധന മാത്രമേ ഉള്ളൂ. എടാ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, ഞാനൊന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ സംഭവിച്ചെന്ന് ശരിക്കും അവനോട് തന്നെ ചോദിച്ചിട്ട് വരാം. ശരി സാറേ, ഞാനിവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് രതീഷ് അവിടെ നിൽക്കാണ്. കിരൺ മാത്രം അങ്ങനെ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ CA അവിടെ തന്നെയുണ്ട്. CA കിരണിനെ കാണുമ്പോൾ, ആ ഇതാരും കിരണോ, വാ വാ വന്നിരിക്കും എന്ന് പറയാണ്. കിരൺ അവിടെ ഇരിക്കുന്നുണ്ട്. കിരണിനോട് CA പറയുന്നുണ്ട്, അതെ യഥാർത്ഥ കുറ്റവാളി ആരാന്ന് അറിഞ്ഞോ? അറിഞ്ഞു, TV-യിലേക്ക് ഇപ്പൊ അത് കാണിക്കുന്നുണ്ടല്ലോ. അതെ, അന്ന് ഓഡിറ്റോറിയത്തിൽ വന്ന ആൾക്കാരുടെ ഫിംഗർ പ്രിന്റ് ഒക്കെ ഞങ്ങൾ നോക്കി. അവരാരുടെ ഫിംഗർ പ്രിന്റ് ആ ഒരു ഇരുമ്പ് തണ്ടിലുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് പരോളിൽ ഇറങ്ങിയ കുറ്റവാളികളുടെ ലിസ്റ്റ് എടുത്തപ്പോഴാണ് ഇവിടെ മനോഹറിനെ കണ്ടത്. അവനാണോ എന്ന് ചെറിയൊരു സംശയം തോന്നിയെന്നേ ഉള്ളൂ. അവന്റെ ഫിംഗർ പ്രിന്റ് എടുത്തപ്പോൾ കറക്റ്റ് മാച്ചായിരുന്നു. പിന്നെ അവനോട് ചോദ്യം ചെയ്യേണ്ടത് വന്നില്ല, ഒരു ഒറ്റ പ്രാവശ്യം ചോദിച്ചേ ഉള്ളൂ. അവൻ ആ കഥകളൊക്കെ തന്നെ പറഞ്ഞു. അപ്പൊ കിരൺ പറയുന്നുണ്ട്, ഇവൻ ഒരുപാട് പെണ്ണുങ്ങളെ ചതിച്ച് പറ്റിച്ചുകൊണ്ട് ഞങ്ങൾ അവനോട് സംസാരിക്കാൻ നിൽക്കാറില്ല സാർ. ഒരു പ്രാവശ്യം ഞാനും കല്യാണിയും കുറച്ച് അലിവ് അവനോട് കാണിച്ചായിരുന്നു, അവന്റെ സ്വഭാവം മാറിയെന്ന് തോന്നിയപ്പോ. കാരണം അവന്റെ കുഞ്ഞിനെ നോക്കണത് ഞങ്ങളാണല്ലോ. കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ അവൻ ഒരുപാട് പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുമുണ്ട്. ഒരു പ്രാവശ്യം അവനെ കാണിക്കാൻ വേണ്ടി ജയിലിലേക്ക് വന്നതാണ് ഞങ്ങള്. പിന്നെ വീട്ടുകാർക്കൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ വരലൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഗംഗപ്രസാദ് ഞങ്ങളുടെയൊക്കെ പുതു ശത്രുവാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവന്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണല്ലോ. അപ്പൊ ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവനങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. എന്തായാലും കിരണിനെ കുറിച്ചും കിരണിന്റെ ഭാര്യനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും നല്ലതൊക്കെ തന്നെയാട്ടോ ഈ കേസ് അന്വേഷണത്തിലൂടെ എനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല. പിന്നെ ആ കോടതിയിൽ ഞാൻ അത്രമാത്രം നാണം കെട്ടു. ആ രീതിയിലാണല്ലോ നവീൻ വക്കീലൊരെന്ന് പറഞ്ഞത്. അതിന്റെ ഒരു അമർച്ചയും അതുപോലെ തന്നെ രക്തത്തെളിപ്പും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കേസ് എത്രയും പെട്ടെന്ന് അന്വേഷിക്കാൻ ഞാൻ തീരുമാനിച്ചത്. പിന്നെ ഒരു കേസ് അന്വേഷിച്ചാൽ അത് പൂർത്തിയാക്കാതെ ഞാൻ നിർത്തത്തുമില്ല. എന്തായാലും ഇനി എനിക്ക് തന്നോട് ശത്രുതയൊന്നും ഇല്ല കേട്ടോ. എനിക്കൊരു ദേഷ്യം തന്നോടില്ല, മുമ്പും അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയുമ്പോ കിരൺ പറയുന്നുണ്ട്, എനിക്കും സാറിനോട് ദേഷ്യമൊന്നും ഇല്ല സാറേ, മുമ്പും ഉണ്ടായിരുന്നില്ല. കാരണം സാർ സത്യസന്ധമായിട്ട് തന്നെയാ കേസ് തന്നെ അന്വേഷിച്ചത്. ഞാൻ നല്ല ഈ കേസ് ഫയൽ ക്ലോസ് ചെയ്യാ കിരണേ. എന്നാലും ചോദിക്കാം, ആ ഡെഡ് ബോഡി എവിടെയാണോ ഒളിപ്പിച്ചത്? വെറുതെ ചോദിക്കണതേ ഉള്ളൂ. കിരൺ പറയണ്ട, സത്യമായിട്ടും എനിക്കറിയില്ല സാറേ, ആ ഡെഡ് ബോഡി എവിടെയാന്ന് എനിക്കറിയില്ല. ശരി ശരി, ഞാൻ അത് ചോദിക്കണമെന്നില്ല, ജസ്റ്റ് ഒരു ആകാംക്ഷയുടെ പുറത്ത് ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും കേസൊക്കെ ഞാൻ ക്ലോസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എനിക്ക് അവനെ കാണാൻ പറ്റുമോ? അതിനെന്താ, പോയി കണ്ടോ, അവൻ ജയിലിലുണ്ട്, അവിടെ സെല്ലിൽ കിടപ്പുണ്ട് എന്ന് പറയാണ്. അപ്പൊ നമുക്ക് കാണാട്ടോ. ശരി സാറേ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാണ്. മനോഹർ സെല്ലിൽ കിടക്കായിക്കോട്ടോ. മനോഹറിന്റെ അടുത്തേക്ക് കിരൺ വരുന്നുണ്ട്. കിരൺ ചോദിക്കുന്നുണ്ട്, മനോഹറെ, സാറ് വന്നോ? അറിഞ്ഞോ എല്ലാം? അറിഞ്ഞു. ഞാനാ സാറേ അത് ചെയ്തത്. അതെനിക്ക് എവിടെയും പറയാൻ മടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവന്റെ തലക്കടിച്ചത്. എടാ, ഇതെങ്ങനെ സംഭവിച്ചോടാ? അന്ന് നീ പരോളിൽ തിരിച്ചു കയറിയ ദിവസമല്ലേ? അതെ, ഞാനന്ന് 1 മണിക്കാ ഇവിടെ എത്തിയത്. താലികെട്ട് 11:30-ആയിരുന്നല്ലോ. അന്ന് കല്യാണത്തിന് സരയു വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ കുഞ്ഞായിട്ട് സരയു വന്നാലോ എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാ സാറേ ഞാൻ ഓഡിറ്റോറിയത്തിൽ പതുങ്ങി നിന്നത്. നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ഞാൻ അതിരാവിലെ ഓഡിറ്റോറിയത്തിൽ കാത്തിരുന്നു എന്റെ മോളെ കാണാനായിട്ട്. എടാ, അന്ന് സരയു വന്നില്ലല്ലോ. അതെനിക്ക് അറിയില്ലല്ലോ സാറേ. അവള് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാത്തിരുന്നത് അന്നാണ് എന്ന് പറഞ്ഞിട്ട് ആ കഥ പറഞ്ഞു തുടങ്ങുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.